സംസ്ഥാനത്ത് മൂന്നാമതും ഭരണം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതായി സൂചന. ഇതിന്റെ ആദ്യപടിയായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം LDF യോഗം ചേർന്ന് വിലയിരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും CPMന്റെയും LDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പരിപോഷിപ്പിക്കുമെന്നും ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയാകും ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് നേരിടുക. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ കൂടിയും അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്താനായി സാമൂഹിക ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താനുള്ള ആലോചനയും കുടിശ്ശിക തീർത്ത് പെൻഷൻ നൽകാനുള്ള ആലോചനയും തകൃതിയായി നടക്കുകയാണ്. ജനങ്ങളിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള ധനസഹായം വ്യാപകമായി എത്തിക്കുകയെന്ന ലക്ഷ്യമാണ് നിലവിൽ CPMനുള്ളത്. രാജ്യത്ത് ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിലനിർത്താനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്ന സന്ദേശമാണ് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമവും തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ മെച്ചപ്പെടുത്തുമെന്നും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു പുറമെ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലും സർക്കാർ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മലയോര ജനതയുടെ എക്കാലത്തെയും ആവശ്യം നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാക്കുന്ന സർക്കാർ അവിടെയും തങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടക്കപ്പെട്ട വാതിൽ തുറക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. നിലവിൽ LDFിലെ ഘടകകക്ഷികളിൽ ഏത് കാര്യത്തിലും ഭിന്നതയില്ലാത്തതും സർക്കാരിന് ഗുണകരമാണ്. ഇടതുപക്ഷ വോട്ടുകളിലെ ചോർച്ചയ്ക്ക് തടയിടാനും കോൺഗ്രസ് വിരുദ്ധ സംഘപരിവാർ വോട്ടുകൾ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുവാനും CPM നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടെ മുന്നണിയിൽ നിന്നും ഘടകകക്ഷികളിൽ പുറത്തു പോകാതിരിക്കാനുള്ള ജാഗ്രതയും CPM പുലർത്തുന്നുണ്ട്. CPI സമ്മേളനത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നുവെങ്കിലും അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിപ്പോവുകയായിരുന്നു. ഘടകകക്ഷികളെ അടർത്തിയെടുക്കാൻ UDF നടത്തുന്ന നീക്കങ്ങൾ മുൻകൂട്ടി നിരീക്ഷിക്കുവാനും CPM തീരുമാനിച്ചു കഴിഞ്ഞു. വിഷയാധിഷ്ഠിതമായി തന്നെ ഒരു ഘടകകക്ഷിയും വിട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലും CPM സ്വീകരിക്കുന്നുമുണ്ട്. മറുവശത്ത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാക്കൾ തമ്മിലുള്ള കിടമത്സരവും വിവിധ വിഷയങ്ങളിലുള്ള ചേരിതിരിവും തങ്ങൾക്ക് ഗുണകരമാവുമെന്ന വിലയിരുത്തലും CPM നടത്തുന്നുണ്ട്. ശുഷ്കമായ സംഘടനാ സംവിധാനവും ഘടകകക്ഷികളുടെ അപര്യാപ്തതയും ഇത്തവണയും UDFന് വിനയാകുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ വരുന്നത്.